എക്സാമിന് കോപ്പി അടിക്കരുത്. കോപ്പി അടിക്കരുതെന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയാമോ? ഞങ്ങളുടെ എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 മാർക്കിന് MCQൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ട്, ബാക്കി 80 മാർക്കിന് ഡിസ്ക്രിപ്റ്റീവിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്. 2 ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്. അപ്പം ഞാനിങ്ങനെ എനിക്ക് CMS കോളേജിലായിരുന്നു എക്സാം എഴുതണ്ടേ. ഞാൻ അവിടെ ചെന്നു എക്സാം എഴുതാൻ വേണ്ടി പോയപ്പോഴത്തേന് എൻ്റെ പണ്ടത്തെ ഒരു ഫ്രണ്ടിനെ കണ്ടു. അപ്പോൾ ഞാനാണെ വന്നിട്ട് സംസാരിച്ചു. ഓക്കെ, ഞങ്ങൾ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് എക്സാം ഹോളിൽ കയറി. സെയിം ക്ലാസ്സിൽ ഞങ്ങൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എനിക്ക് ആൻസർ ശരിയാവണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ എനിക്ക് പെട്ടെന്ന് എഴുതി കഴിയണം. പെട്ടെന്ന് എഴുതി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണം. പക്ഷേ അവിടെ നിന്ന് 3 മണിക്കൂർ കഴിയാതെ ഇറക്കിപ്പോലും ഇടത്തില്ല. എന്നാലും എനിക്ക് പെട്ടെന്ന് എഴുതിയിട്ട് അവിടെ ഇരിക്കണം. ഞാൻ പെട്ടെന്നൊക്കെ എഴുതി ഒരു എക്സാം തീരാൻ ഒരു അരമണിക്കൂറോ എന്തോ ഉള്ളപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അവനാണെങ്കിൽ ക്ലാസ്സിൻ്റെ ഞങ്ങൾ സെയിം ക്ലാസ്സിലിരുന്നല്ല എക്സാം എഴുതുന്നത്. അവൻ അങ്ങേയറ്റത്തു തന്നെ ഇങ്ങനെ കാണിക്കുക. എന്താ ഞാൻ പറഞ്ഞു, ഒന്നിൻ്റെ ആൻസറും തോന്നുന്നു. ഈ MCQൻ്റെ ആൻസറാണ് ചോദിക്കുന്നത്. അതൊരു ജസ്റ്റ് ഒരു ഓപ്ഷൻ മതി. ഒരു ക്വസ്റ്റിന് 3 മാർക്കാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇവനിങ്ങനെ ചോദിച്ചു. ഞാൻ ഒരു ഓപ്ഷൻ പറഞ്ഞു കൊടുത്താൽ പോരെ. ഞാൻ ABC ഓരോരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഓരോന്നിൻ്റെയും ഓപ്ഷൻസ് പറഞ്ഞു കൊടുക്കുക. ഇത് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയപ്പോഴാണ് അറിയുന്നത് എൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 1 അല്ല അവൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 1. MCQൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഓർഡറേ ഓരോ ആൾക്കാർക്കും വേറെ വേറെയാണ്. ഞങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് അത്. അപ്പോൾ ആദ്യമായിട്ടാണ് അന്ന് എക്സാം എഴുതാൻ പോകുന്നത്. അന്നാണ് ഈ സംഭവം നടന്നത്. ഞാൻ പറഞ്ഞു കൊടുത്ത കറക്റ്റ് ആൻസർ കൊണ്ട് അവൻ്റെ ഒരു 20 അത്ര എത്രയോ മാർക്ക് പോയി. എന്നുവെച്ചാൽ ആകെപ്പാടെ എനിക്കറിയാവുന്ന MCQ ആയിരുന്നു. അതെൻ്റെ കറക്റ്റായിരുന്നു, പക്ഷെ അവൻ്റെ തെറ്റിപ്പോയി. ഇതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരിക്കലും എക്സാം ഹോളിൽ ഇരുന്ന് കോപ്പി അടിക്കരുത്.